ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ട്രിപ്പ് പോവാണ് കേട്ടോ. നമ്മൾ കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അനുബേട്ടൻ്റെ ഹോൾ ഫാമിലി ഉണ്ട്, നമ്മളെല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു ചായയൊക്കെ കുടിച്ചു. നമ്മൾ ട്രെയിനിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും കൂടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് നമ്മൾ വന്ദേ ഭാരതിലാണ് കേട്ടോ, മംഗലാപുരത്തേക്കാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പ് മംഗലാപുരമാണ്. അപ്പോൾ നമ്മൾ വന്ദേ ഭാരതിലൊരു എനിക്ക് തോന്നുന്നു 9:30 ആയിരുന്നു ട്രെയിൻ വന്നത്. ടൈം കറക്റ്റ് ഓർമ്മയില്ല. നമ്മൾ 12 ആയപ്പോഴാണ് മംഗലാപുരത്ത് എത്തിയത്. അവിടെ നിന്ന് നമ്മൾ പിന്നെ ഒരു ഓട്ടോ വിളിച്ച് നമ്മളവിടെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു 1 നൈറ്റ് സ്റ്റേ ആണ് നമ്മൾ നമുക്ക് ആവശ്യമുണ്ടായിരുന്നത്. അപ്പോൾ പ്രീമിയർ ഇൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിലാണ് കേട്ടോ നമ്മൾ നൈറ്റിൽ സ്റ്റേ ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മളൊരു 7 o'clock നമ്മളുടെ നെക്സ്റ്റ് ട്രെയിൻ മംഗലാപുരം ടു സക്ലേഷ്പൂരിലേക്കാണ് കേട്ടോ നമ്മൾ ട്രിപ്പ് പോകുന്നത്. അപ്പം ഒരു 6 ആയപ്പോൾ നമ്മൾ മംഗലാപുരം റെയിൽവേ സ്റ്റേഷൻ മംഗലാപുരം ജംഗ്ഷനിലാണ് നമ്മൾ ബസ് കയറുന്നത്. ഒരു 6:15 ആവാനായപ്പോൾ നമ്മൾ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് നമ്മൾ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം പാഴ്സൽ വാങ്ങിയിട്ടാണ് നമ്മൾ ട്രെയിനിലേക്ക് കയറാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നത്. അതേമാതിരി ഒരു ചായയൊക്കെ കുടിച്ച് ട്രെയിനിൽ കയറിയ സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് അസൈൻ ചെയ്ത സീറ്റിലൊന്നുമില്ല. ഞാൻ മറ്റേ എമർജൻസി എക്സിറ്റിൻ്റെ സീറ്റ് ഉണ്ടല്ലോ, അവിടെ വിൻഡോന് ഗ്രിൽസ് ഇല്ല. അപ്പോൾ വീഡിയോ എടുക്കാൻ ഭയങ്കര അടിപൊളിയായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ആ സീറ്റിലാണ് ഇരുന്നത്. ഏതോ ഒരു സ്റ്റേഷനിൽ കുറച്ചധികം നേരം ട്രെയിൻ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ട്രെയിനിൽ നിന്നൊക്കെ ഇറങ്ങി എല്ലാവരും കൂടി വർത്താനം പറഞ്ഞ് കുറച്ച് ഫണ്ണൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ ട്രെയിൻ എടുത്ത് ഈ സക്ലേഷ്പൂരിൻ്റെ കാര്യം ഞാൻ ഗൂഗിളിൽ റിസർച്ച് ചെയ്തപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് ഭയങ്കര ബ്രെത്ത് സീനറീസ് ഉള്ള ഒരു ട്രിപ്പാണ്. ട്രെയിൻ ജേണിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ. കാരണം നമ്മളെ ട്രെയിൻ ഒരു ഹിൽ മൗണ്ടെയിൻ കയറിയിട്ടാണ് പോകുന്നതെന്ന് ഞാൻ കണ്ടത്. അപ്പോൾ ഏകദേശം സുബ്രഹ്മണ്യ റോഡ് കഴിഞ്ഞിട്ടാണ് ഈ വ്യൂ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സുബ്രഹ്മണ്യ റോഡ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ സീറ്റ് പോയിട്ടോ. ലൈക്ക് ആ ഗ്രിൽസ് ഇല്ലാത്ത എമർജൻസി എക്സിറ്റിൻ്റെ അസൈൻഡ് ആയിട്ടുള്ള പാസഞ്ചേഴ്സ് വന്നപ്പോൾ പിന്നെ എനിക്ക് അവിടെ നിന്ന് എണീറ്റ് പോകേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾക്ക് അസൈൻ ചെയ്ത സീറ്റിലേക്ക് തന്നെ തിരിച്ചു വന്നു. അവിടെ ഇരുന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം ടണൽസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ട്രെയിനിൽ നിന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ ഒച്ചയിട്ട് കൂവി വിളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ ഞാൻ എണീറ്റ് ഡോറിൻ്റെ അടുത്ത് പോയി നിന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഡോറിൻ്റെ അടുത്ത് നിന്നപ്പോഴാണ് ശരിക്കും ആ ഒരു വ്യൂ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ആ ഒരു വ്യൂ പോയിന്റ്സ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഡോറിൻ്റെ അടുത്ത് ഉന്തും തള്ളുമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. എല്ലാവരും ഈ പറഞ്ഞ മാതിരി വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആ കാടുകളും പേടിയാവും ഡോറിൻ്റെ അടുത്ത് നിന്ന് നോക്കുമ്പോൾ എന്നുള്ളതാണ് സത്യം. പക്ഷെ കുറച്ചൊരു ഡിസ്റ്റൻസിൽ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര അടിപൊളി വ്യൂ ആണ്. എനിക്കറിയില്ല ഫോണിൽ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ആ വ്യൂ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. കാരണം ട്രെയിനിൽ പോകുന്ന നേരം നമ്മൾ ഈ വ്യൂ എല്ലാം കാണുമ്പോൾ ആളുകളുടെ എല്ലാവരുടെയും ഒരേ ശബ്ദത്തിൽ ഇങ്ങനെ വാവ് എന്നുള്ള ആ ഒരു ശബ്ദം കേൾക്കായിരുന്നു ട്രെയിനിൽ നിന്ന്. അത്രയും അടിപൊളി വ്യൂ ആണ്. കാരണം ചെറിയൊരു കോട ഉണ്ട്, എന്നാൽ അങ്ങനെ നമുക്ക് വ്യൂ മറയ്ക്കുന്ന രീതിയിലുള്ള കോടയല്ല. ഈ മൗണ്ടൻ കണ്ടു ആക്ച്വലി പെട്ടെന്ന് നമ്മളൊരൊറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമ്മൾ സ്നോ ഒക്കെ മൂടി കിടക്കുമ്പോഴുള്ള ഒരു ലുക്കില്ലേ, അതുപോലെ ഫീൽ ചെയ്യും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വീഡിയോയിൽ എനിക്കറിയില്ല എത്രത്തോളം നിങ്ങൾക്ക് വ്യൂ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന്. ഈ സക്ലേഷ്പൂരിലേക്ക് പോകുന്ന വഴി എനിക്ക് തോന്നുന്നു നിയർലി ഒരു 52 ടണൽസും 50 ബ്രിഡ്ജസും നമ്മൾ ക്രോസ് ചെയ്തിട്ടാണ് 52 തന്നെ, എന്നാലും 50 സംതിങ് ടണൽസും 50 സംതിങ് ബ്രിഡ്ജസും നമ്മൾ ക്രോസ് ചെയ്തിട്ടാണ് സക്ലേഷ്പൂർ പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ട്രെയിൻ ഭയങ്കര സ്ലോയിലാണ് കേട്ടോ പോകുന്നത്. കാരണം നമ്മൾ വയനാടൊക്കെ ചുരം കയറി പോകുന്ന മാതിരി നമ്മുടെ ട്രെയിനും ചുരം കയറിയിട്ടാണ് പോകുന്നത്. അങ്ങനെ കുന്ന് കയറിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം അത്രയും സ്ലോലിയാണ് ട്രെയിൻ മൂവ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ വ്യൂ അത്രയും ഡീപ്പായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും.
ഭയങ്കര അടിപൊളിയാണ്. എനിക്കിങ്ങനെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ എനിക്ക് അറിഞ്ഞൂടാ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നേരിട്ട് നമ്മൾ വൺസ് ഇൻ എ ലൈഫ് ടൈമെങ്കിലും കാണണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അത്ര അടിപൊളിയാണ്. വേറെ എവിടെ പോകുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ട്രെയിൻ ജേർണി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ ട്രെയിനിൽ പോയിട്ടുള്ളത് വളരെ കുറവാണ്. ജസ്റ്റ് അമ്പലങ്ങൾ മൂകാംബികയ്ക്കൊക്കെയാണ് തോന്നുന്നത് എൻ്റെ ലോങ്ങസ്റ്റ് ട്രെയിൻ ജേർണി ഇതുവരെ ഉണ്ടായിരുന്നത്. ഇപ്പം എൻ്റെ ലോങ്ങസ്റ്റ് എന്ന് പറയുന്നത് സക്ലേഷ്പൂർ പോകുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ നേരത്തെ നിന്ന ഡോറിൻ്റെ അവിടെ നിന്ന് ഞാൻ മാറി അനുപേട്ടൻ വന്നപ്പോൾ പിന്നെ ഞാൻ വേറെ സൈഡിലുള്ള ഡോറിൻ്റെ അടുത്തേക്ക് പോയിട്ടോ. ഞങ്ങൾ കമ്പാർട്ട്മെൻറ്റിൻ്റെ മറ്റേ എൻഡിലേക്ക് പോയി. അവിടെ ഒരാൾ ഇരുന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അയാൾ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ നിന്നിട്ടാണ് ഞാൻ പിന്നെ എൻ്റെ വീഡിയോസ് എല്ലാം എടുത്തിരുന്നത്. മാക്സിമം നിങ്ങൾക്ക് വ്യൂ കാണിച്ചു തരണം എന്നുള്ളൊരൊറ്റ ഉദ്ദേശം എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മളിപ്പോൾ ഉള്ളത് യദകുമാരി എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് കേട്ടോ. ഇവിടുന്നാണ് ആക്ച്വലി ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അയ്യോ, അടിയിൽ നല്ല അടിപൊളി വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. ഈ ടണൽസും ഈ എന്താ പറയുക ബ്രിഡ്ജും ഒക്കെ ഉണ്ടല്ലോ, എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ മഴക്കാലത്ത് ട്രാവൽ ചെയ്യണം ട്രെയിനിൽ. അയ്യോ, നമ്മളിങ്ങനെ പോകുന്ന ടണൽസിൻ്റെ മുകളിൽ, ഐ മീൻ ടണൽസിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ ഈ ടണലിൻ്റെ മുകളിലേക്കൊക്കെ വെള്ളം വീഴുന്നതും ഒരു വെള്ളച്ചാട്ടം പോലെയുള്ളൊരു ഫീലൊക്കെ വരുമ്പോൾ അയ്യോ, അത് ഭയങ്കര വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഒരു മഴക്കാലത്ത് പോകണമെന്ന്. നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ പോകുന്ന ബ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ വെള്ളച്ചാട്ടമുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ ആയതുകൊണ്ട് തന്നെ അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒഴുക്കൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. ഭയങ്കര മൈൽഡായിട്ടുള്ള ഒരു ചെറിയൊരു ഇതിലാണ് പോകുന്നത്. ഈ ഈ പോയിന്റിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അയ്യോ, താഴോട്ട് നോക്കുമ്പോൾ ശരിക്കും കാലൊക്കെ ഇങ്ങനെ വിറയ്ക്കും. കാരണം ഈ വെള്ളച്ചാട്ടമൊക്കെ മഴക്കാലത്താണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ വേറെ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മംഗലാപുരം ടു സക്ലേഷ്പൂർ അല്ലെങ്കിൽ പോകാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളൊരു മഴക്കാലത്ത് ട്രാവൽ ചെയ്ത് നോക്കണം. കാരണം ഇവിടെയൊക്കെ ഈ എന്താ പറയുക പാറകളുടെ മുകളിൽ കൂടെയൊക്കെ വെള്ളം വീഴുമ്പോൾ ഈ ഒരു രക്ഷയില്ല. ഞാൻ കുറച്ച് നേരം ട്രെയിനിൻ്റെ സ്റ്റെപ്പിൻ്റെ മുകളിൽ ഇരുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ താഴത്തെ വ്യൂ കാണുമ്പോൾ എൻ്റെ കാലിൻ്റെ അടിയിൽ നിന്നൊക്കെ എന്തൊക്കെയോ ഒരു ഫീലാണ് എനിക്ക് വന്നത്. വിച്ചിട്ടിനും അനുപേട്ടനും കുറേ നേരം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവനൊരു പേടിയില്ലായിരുന്നു. എനിക്കായിരുന്നു അവൻ ഇരിക്കുമ്പോൾ പേടി കേട്ടോ. അങ്ങനെ ഈ ടണൽസിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോഴൊന്നും അവന് യാതൊരു പേടി ഉണ്ടായിരുന്നില്ല. എനിക്കായിരുന്നു പേടി മുഴുവനും. സത്യം പറഞ്ഞാൽ ഒരുപാട് സ്റ്റേഷൻസിൽ നിർത്തി. ഇതൊന്നും ഏതാ സ്റ്റേഷൻ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ വ്യൂ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ പോകണം. എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു ട്രെയിൻ ജേർണി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. പക്ഷെ ഒരിക്കലും രാത്രി പോകരുത് കേട്ടോ. നമ്മൾ ഉറങ്ങുമ്പോൾ ഒന്നും ഇത് കാണാൻ പറ്റില്ല. ഡേ ടൈമിൽ തന്നെ പോകണം. പറ്റുകയാണെങ്കിൽ വിസ്റ്റാഡോമിൽ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് സീറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ വ്യൂ മൊത്തം എൻജോയ് ചെയ്യാം. പക്ഷേ ഈ ഡോറിൻ്റെ അടുത്ത് വന്ന് നിന്ന് കാണുന്ന വ്യൂ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനൊരു ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം ആ ഒരു കാറ്റും ആ ഒരു മൈൽഡ് തണുപ്പുമൊക്കെ ഒന്ന് ഫീൽ ചെയ്യും നമുക്ക്. വിസ്റ്റാഡോമിൽ ഇരിക്കുമ്പോൾ പിന്നെ കവേർഡ് ആയിട്ടുള്ളൊരു കമ്പാർട്ട്മെൻറ്റാണ്. നമുക്ക് സീറ്റ് എന്താ പറയുക റൊട്ടേറ്റ് ചെയ്യാമെന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഒക്കെ ഉള്ളൂ. ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കാണാം. ഏകദേശം യദകുമാരി കഴിഞ്ഞു തുടങ്ങി. കാരണം ഈ ഒരു മൗണ്ടൻ എത്തിയതോടുകൂടി നമ്മൾ ഏകദേശം ടോപ്പിലെത്തി. ഇനിയിപ്പം നമുക്ക് ഈ ടണൽസൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഏകദേശം റോഡൊക്കെ കാണാൻ തുടങ്ങും കേട്ടോ. ഇത് ആക്ച്വലി ഈ സക്ലേഷ്പൂർ ട്രിപ്പ് എന്ന് പറയുന്നത് ഓൾ ഓഫ് എ സഡൻ വന്നിട്ടുള്ളൊരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല. നേരത്തെ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് വിസ്റ്റാഡോമൊക്കെ എടുക്കാമായിരുന്നു. കാരണം ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ വിസ്റ്റാഡോമിൽ വെറും 6 ടിക്കറ്റേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് 10 ടിക്കറ്റ് വേണമായിരുന്നു. അപ്പം 4 ടിക്കറ്റിൻ്റെ ഷോർട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ നേരെ സെക്കൻഡ് സിറ്റിംഗ് ആണ് നമുക്ക് അവൈലബിലിറ്റി കിട്ടിയുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളൊരു 12:30 ആയപ്പോൾ മംഗലാപുരത്ത് എത്തി. 12:30 ആയിരുന്നു തോന്നുന്നു. അല്ല 12 ആകുമ്പോൾ മംഗലാപുരത്ത് എത്തി. ഇതാണ് സക്ലേഷ്പൂർ എന്ന് പറയുന്നത്. വളരെ ഒരു ചെറിയ സ്റ്റേഷനാണ് കേട്ടോ. അപ്പം നമ്മൾ ട്രെയിൻ എത്തി. ഇനി സക്ലേഷ്പൂർ വിശേഷങ്ങൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ട്രെയിൻ ജേർണി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബൈ.